ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മധ്യകാല റോമനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നടന്നു വന്ന ഫ്യൂഡലിസത്തിനെ പറ്റിയിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മധ്യകാലത്തുണ്ടായ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ മധ്യകാലഘട്ടത്തിലെ സാമ്പത്തിക ഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ എന്തെല്ലാം സാമ്പത്തികമായിട്ട് ഘടന ഉണ്ടായെന്ന് ചോദിച്ചാല്, ഒരു 10-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് അതുവരെയുള്ള കാലഘട്ടത്തെ കൂടുതലായിട്ടും സാമ്പത്തികമായി തകരുകയാണ് ചെയ്തത് റോം. കാരണം ഒന്നാമത് ഔട്ട്സൈഡേഴ്സിന്റെ ഇൻവേഷൻസ്. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്തു, റോമിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്യൂഡലിസം, രാജാവ് അവർക്ക് താഴെ എന്താണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാര് എന്ത് ചെയ്തു, രാജാവിന്റെ മുതലും കൂടെ പിടിച്ചടക്കി. അതേപോലെ തന്നെ കർഷകരെ വളരെയധികം ക്രൂരമായി പീഡിപ്പിച്ചു. അവരെന്താണ് വളരെ ക്രൂരമായിട്ട് അവരുടെ അടിമകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്യൂഡലിസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ റോമൻ സാമ്രാജ്യം തകരാനായിട്ട് കാരണം. മൂന്നാമത് പറയുന്നത് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ജനസംഖ്യ നല്ല രീതിയിൽ കൂടി. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കുള്ള ആഹാരങ്ങളൊന്നും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കറപ്ഷൻ. കറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ സേവിക്കാൻ വേണ്ടി നിന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നത്, രാജാവിനെ മുതൽ കട്ടുമുടിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് റോമ എന്ത് ചെയ്തു, അങ്ങ് തകർന്നു. റോം അങ്ങനെ തകർന്ന പാട് എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ മാറ്റം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റോമുകാർ എന്ത് ചെയ്യുന്നുണ്ട്, റോഡുകളെല്ലാം എന്ത് ചെയ്തു, തകർന്നു. അതായത് നിരന്തരം യുദ്ധങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഏർപ്പെടുന്ന സമയത്ത് ഈ റോഡുകളൊക്കെ എന്ത് ചെയ്തു, തകർന്നുപോയി. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, കർഷകർ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും പ്രഭുക്കന്മാരുടെ നിയന്ത്രണത്തിലും ആയി. ഒരു 10-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇനിയെങ്കിലും മാറ്റം ഉണ്ടായത്. അപ്പം കാർഷിക വൃത്തി കുറച്ചും കൂടിയപ്പോ എന്ത് ചെയ്തു, ഗതാഗതം നന്നായിട്ട് വന്നു. അങ്ങനെ 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ എന്ത് ചെയ്തു, റോം വീണ്ടും ഡെവലപ്പ് ആയി. പിന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു മധ്യകാലഘട്ടത്തിലാണ് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ റോമിലുണ്ടായത്. ഒന്നാമത് വരുന്നത് ഗണിതശാസ്ത്രം, സാഹിത്യ, കവിതാ മേഖല, പിന്നെ അതേപോലെ തന്നെ മുസ്ലിം പള്ളികളും കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചു. അതേപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലൊക്കെ എന്ത് ചെയ്തു, നല്ല രീതിയിൽ പ്രാവീണ്യം ഉണ്ടായി. തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു റോമിലുണ്ടായ കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. റോമിൽ മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസിൽ മധ്യകാലത്തുണ്ടായ കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ നോക്കാനായിട്ട് ഉള്ളത്. So thank you so much for listening.